ജീവിതം സന്തുഷ്ടകരമായ അനുഭവമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും അത് വളരെ പെട്ടെന്ന് തന്നെ പൊലിഞ്ഞു പോകുന്ന ഒന്നാണെന്നുള്ളത് വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. നമ്മുടെ രാജ്യം എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെ ഇടയായി തീർന്നതിന് അധ്വാനിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിന്ന് സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് അറിയാതെ അടിമത്തത്തിൽ കഴിയുന്ന ആളുകളും ധാരാളമായിട്ടുണ്ട്. മണിപ്പൂരിലെ ഞാൻ പോയത് മാത്രമേ പലരും അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് ഛത്തീസ്ഗഡിലും ഞാൻ പോയിരുന്നു, ഉത്തർപ്രദേശിലും പോയിരുന്നു, രാജസ്ഥാനിലും പോയിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും പീഡനം അനുഭവിക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിലേക്ക് ചെല്ലുകയും അവരെ കാണുകയും ധൈര്യപ്പെടുത്തുകയും അവരനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവർക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാരോട്, അവരെ ഭരിക്കുന്ന ഭരണാധിപന്മാരോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം ധൈര്യപ്പെടുത്തുന്ന ഒരു വ്യക്തിയുണ്ട് ഈ ശുശ്രൂഷയ്ക്കൊക്കെ. ഇവിടെ ഇൻ്റർവ്യൂ ചെയ്തതായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കോശി സാറിൻ്റെ ഉപ്പാപ്പനായിരിക്കുന്ന ഡോക്ടർ ബാബു കെ വർഗീസ് എന്ന് പറയുന്ന ഒരു സിംഹക്കുട്ടി. അദ്ദേഹം ഇച്ചിരി പ്രായമായ സിംഹമാണ്. പക്ഷേ ഇപ്പോഴും വളരെ ആർജവത്വത്തോടുകൂടെ രാജ്യത്തിൽ എല്ലായിടത്തും ഓടി നടന്ന് ഈ രാജ്യം ഉണ്ടായിരിക്കുന്നത് അത് ക്രിസ്തീയ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് രൂപീകൃതമായിരിക്കുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് യാതൊരു മടിയും കൂടാതെ ആധികാരികമായിട്ട് തെളിവുകൾ സഹിതം രേഖപ്പെടുത്തിയ തൻ്റെ റിസർച്ചുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ആരെയും നോക്കി പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തോടൊക്കെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ ഉള്ളിലൊരു പുതിയ ഊർജം തരികയാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തിയും ബലവും തരും. അതോടൊപ്പം തന്നെ അതുപോലെയുള്ള ദൈവമക്കളും നമുക്ക് ശക്തി പകരുമല്ലോ. അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു പുസ്തകമുണ്ട്, ലെറ്റ് ദെയർ ബി ഇന്ത്യ. ഭാരതം, ആധുനിക ഭാരതം, ബൈബിളിൻ്റെ സൃഷ്ടി. ഇതുവരെ ആ പുസ്തകം വായിക്കാത്ത ആരെങ്കിലും ഈ കോട്ടയം ദേശത്തുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങി വായിക്കണം. എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ജോർജ് കോശി സാറ് അത് നിങ്ങൾക്ക് തരും. മറ്റൊരു പുസ്തകം ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇന്നിവിടെ പാടിയതായിട്ടുള്ള ചെറുപ്പക്കാർ ഇത്ര മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ കാരണമെന്ത് എന്ന് ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഓടി വന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരെൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. നമുക്കൊക്കെ വിശുദ്ധ ബൈബിൾ നമ്മുടെ കരങ്ങളിലേക്ക്, മലയാള സാഹിത്യത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു പതിപ്പായി നമ്മുടെ കരങ്ങളിലേക്ക് വെച്ച് തന്നിട്ടുള്ള ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഭാരതത്തിലേക്ക് വരുവാൻ, കോട്ടയത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്ന ഒരു മനുഷ്യനുണ്ട്. പലപ്പോഴും ചരിത്രം പോലും തമസ്കരിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് ജോൺ മൺറോ എന്ന് പറയുന്ന കേണൽ ജോൺ മൺറോ എന്ന റെസിഡൻറ്റ്. 1810 നമുക്കറിയാവുന്ന പോലെ അന്ന് ബാലരാമവർമ്മ എന്ന് പറയുന്നതായ മഹാനായ ഒരു ഭരണാധികാരി തിരുവിതാംകൂറിനുണ്ടായിരുന്നു. നമ്മളൊക്കെ തിരുവിതാംകൂറിൻ്റെ ഈ ഭാഗമൊക്കെ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഭരിക്കുന്നതായിട്ടുള്ള സമയത്ത് അദ്ദേഹം 1810 ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. അദ്ദേഹം നാട് നീങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭണ്ഡാരങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന വേലത്തമ്പ് ദളവ എന്ന് പറയുന്നതായ വ്യക്തി, അത് നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അന്ന് റെസിഡൻ്റായിരുന്ന മക്കോളോ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹവും തൻ്റെ രാജിയിൽ ആ റെസിഡൻസ് പദവിയൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അതിന് പകരമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ അയച്ചതായിട്ടുള്ള ഒരു മനുഷ്യനാണ് കേണൽ ജോൺ മൺറോ എന്ന് പറയുന്ന മനുഷ്യൻ. അദ്ദേഹം ഈ ചെറുപ്പക്കാർ, നമ്മുടെ ഡോക്ടർമാർ ഇവിടെ പാടിയതുപോലെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ബാല്യകാലത്തിൽ തന്നെ ഒരു മിഷണറി ആകണമെന്നുള്ള വലിയ കൊതി അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിലും അന്നത്തെ സാഹചര്യം അദ്ദേഹത്തെ ഒരു സർക്കാർ ജീവനക്കാരനാക്കി മാറ്റുകയും ICS എന്ന് പറയുന്ന ബിരുദം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ റെസിഡൻ്റായിട്ട് ഈ ഭാരതത്തിലേക്ക്, ഈ ഇന്ത്യയിലേക്ക്, അന്ന് ഇന്ത്യയല്ല 568 നാട്ടുരാജ്യങ്ങളാണ്, അതിലൊരു നാട്ടുരാജ്യമായിരിക്കുന്ന ഈ തിരുവിതാംകൂറിലേക്ക് അയക്കുകയും ചെയ്തു. അദ്ദേഹം വന്ന് തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്നതായിരുന്നു. അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ഇന്ന് നമ്മൾ ആ തിരുവനന്തപുരം ജില്ല എന്നൊക്കെ പറയുന്ന അന്ന് രാജ്യഭരണത്തിൻ്റെ കീഴിലായിരുന്നു. അന്ന് ആ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ചെന്നപ്പോൾ കാണുന്ന കാഴ്ച കൊച്ചു കുഞ്ഞുങ്ങളെ വിലയ്ക്ക് വിൽക്കുകയാണ്. അന്ന് ജോൺ ഹസ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ 2 കുട്ടികളെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്നു. 2 കുട്ടികളെ അദ്ദേഹത്തിൻ്റെ സ്നേഹിത മുംബൈയിലുണ്ട്, ആ സ്നേഹിതയ്ക്ക് കൊടുക്കാൻ വേണ്ടി 2 കുട്ടികൾ വേണം. അപ്പോൾ
4 രൂപ കൊടുത്ത് 2 കുട്ടികളെ വാങ്ങി. ആ കുഞ്ഞുങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരമ്മ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറകെ ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ കുഞ്ഞിന് 1 രൂപ തന്നാൽ മതി, എൻ്റെ കുഞ്ഞിന് 1 രൂപ തന്നാൽ മതി. ആ അമ്മയോട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 കുട്ടികളെ കൊണ്ടുപോകാൻ മാത്രമേ ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളൂ, വാഹനത്തിൽ ബുക്ക് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് എനിക്ക് അധികം കുട്ടികളെ വേണ്ട, 2 കുട്ടികളെ ഞാൻ വാങ്ങിയല്ലോ. അപ്പോൾ ഈ അമ്മ ആ കുഞ്ഞിനെ അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് വെച്ചിട്ട് പറഞ്ഞു, എങ്കിൽ 50 പൈസയ്ക്ക് എൻ്റെ കുഞ്ഞിനെ തരാം. അതായിരുന്നു നമ്മുടെ കേരളം. അദ്ദേഹം അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്നു. ഈ പ്രദേശങ്ങളിലേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച, ചങ്ങനാശ്ശേരി, നിങ്ങളുടെ നാട്ടിലാണല്ലോ, ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ അദ്ദേഹം കാണുന്ന കാഴ്ച, പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ കാളയോടൊപ്പം കണ്ടം പൂട്ടുകയാണ്. എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് അറിഞ്ഞുകൂടാ, ഞാൻ മലബാറിയാണ്, പ്യൂർ മലബാറിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ അവിടുത്തെ മാപ്പിള ഭാഷയൊക്കെ കയറി വന്നേക്കാം. കണ്ടം പൂട്ടുകയാണ്. ആ കണ്ടം പൂട്ടുന്ന കാഴ്ച കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്ക് പിടഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ കാണിക്കുന്നത്? നേരം പറഞ്ഞു, ഇവിടെ ഇതാണ് സമ്പ്രദായം. ഇവിടുത്തെ സമ്പ്രദായം മനുഷ്യനും മൃഗവും തുല്യരാണ്. അദ്ദേഹം കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു. കോട്ടയം പട്ടണമൊന്നും അന്നില്ല കേട്ടോ, കോട്ടയം പട്ടണമൊന്നുമില്ല. പള്ളത്തെന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അദ്ദേഹം ഒരു കേൾവി കേൾക്കുവാനിടയായി. ഇവിടെ കിഴക്കെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ കുറച്ച് മനുഷ്യരുണ്ട്, അവരെ മൃഗതുല്യരായിട്ടാണ് കാണുന്നത്. അവരെ വിളിക്കുന്നത് കിഴക്കൻ പുലയർ എന്നാണ്, കിഴക്കൻ പറയർ എന്നാണ്. അവരുടെ ജീവിത അവസ്ഥ, അവർക്ക് വാഴയില കൊണ്ടുപോലും മാറുമറയ്ക്കാനോ വസ്ത്രമുണ്ടാക്കാനോ അനുവാദമില്ല. കാട്ടില മാത്രം അരയാടയായി ചുറ്റേണ്ടുന്ന ജനതയാണ് അവർ എന്നുള്ള വലിയ ഒരു കേൾവി അദ്ദേഹം കേട്ടു. അദ്ദേഹത്തിന് അത് സഹിച്ചില്ല. അദ്ദേഹം അന്ന് ഇംഗ്ലണ്ടിലേക്ക് എഴുതി, ഇവിടെ ഈ മനുഷ്യർ ഇത്തരത്തിൽ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ കാണുന്നത് കൊണ്ട് ഇതിനൊരു പരിഹാരം വരുത്തണമെങ്കിൽ ഇവിടെ ക്രിസ്തീയ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തണം. കാരണം ദൈവവചനത്തിന് മാത്രമേ മനുഷ്യർക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുള്ളൂ. ഒരു കാര്യം ഓർക്കണം, അന്നും ഇവിടെ പാരമ്പര്യം പറയുന്നതായിട്ടുള്ള സെൻറ് തോമസിൻ്റെ പിതൃത്വം അവകാശപ്പെടുന്നതായിട്ടുള്ള ആളുകളൊക്കെയുള്ള നാടായിരുന്നു കോട്ടയവും ചുറ്റുപാടുള്ള പ്രദേശങ്ങളൊക്കെ. ആ കോട്ടയംകാരും മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അടിമ വ്യാപാരം ചെയ്യുന്നതിൽ വളരെ വ്യാപൃതരായിരുന്നു. അവരും അടിമകളെ വിൽക്കുവാനും, മലബാറിൽ നിന്ന് ഞങ്ങളുടെ മുത്തച്ഛന്മാരായിരിക്കുന്ന മാപ്പിളമാർ വന്ന് വളരെ ലാഭകരമായ വിധത്തിൽ ഇവിടുന്ന് മനുഷ്യരെ വില കൊടുത്ത് വാങ്ങി അവിടെ കൊണ്ടുവന്ന് മറിച്ചു വിൽക്കുന്ന വിൽപ്പന സമ്പ്രദായങ്ങൾ അന്നും കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടേക്ക് CMS മിഷണറിമാരെ അയക്കുന്നത്. ലണ്ടൻ മിഷണറി സൊസൈറ്റി എന്ന് പറയുന്ന LMS മിഷണറിമാരെ സൗത്ത് കേരളയിലേക്ക് അയക്കുന്നത്. നോർത്ത് കേരളയിലേക്ക് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറയുന്ന ആ മിഷൻ ആളുകളെ അയച്ചു. അവരിവിടെ വന്നു. 1813 അന്ന് ഭരണം നടത്തുന്നത് റാണി ലക്ഷ്മിഭായിയാണ്. തിരുവനന്തപുരം ആസ്ഥാനമാക്കിക്കൊണ്ട് റാണി ലക്ഷ്മിഭായി ഭരണം നടത്തുമ്പോൾ അന്ന് ഇവിടെ റെസിഡൻ്റായിട്ട് വന്ന, ഞാൻ പറഞ്ഞ ജോൺ മൺട്രോ എന്ന് പറയുന്ന കേണൽ ജോൺ മൺട്രോ, അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നതെല്ലാം തന്നെ 20 വയസ്സുകാരിയായിരിക്കുന്ന റാണി ലക്ഷ്മിഭായി എന്ന് പറയുന്ന മഹതിയായിട്ടുള്ള ആ റാണി വളരെ അച്ചട്ടായിട്ട് നിറവേറ്റുവാൻ ആഗ്രഹിച്ചു. അന്നിവിടെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പാരമ്പര്യങ്ങളിലൊക്കെ ഊന്നി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. നിങ്ങളെ വേദനിപ്പിക്കാൻ പറയുകയല്ല, തുച്ഛീകരിക്കാൻ പറയുകയല്ല. നമ്മൾ ആരായിരുന്നുവെന്നും ഇന്ന് നാം ഇങ്ങനെ ആയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാനും ഇതറിയാത്ത ജനതയോട് ഇതറിയിക്കാനും വേണ്ടി മാത്രം പറയുകയാണ്. എന്തായിരുന്നു അറിയണ്ടേ? പൂർവികന്മാർക്ക് ഒരു പണിയുണ്ടായിരുന്നു, ഊഴിയവേല. എന്താ ഊഴിയവേല എന്നറിയണ്ടേ? നെല്ല് ചുമന്നു കൊണ്ടുവന്ന് ഇല്ലങ്ങളിലെ പത്തായങ്ങളിൽ നിറയ്ക്കണം. അത് ചെയ്യുന്നത് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളും മാപ്പിളമാരുമായിരുന്നു. അവരെ ഊഴിയവേല ചെയ്യുമ്പോൾ 2 നേരത്തെ ആഹാരം കൊടുക്കും. പക്ഷേ ആ ഊഴിയവേല ചെയ്യാനായിട്ട് നെല്ല് ചുമക്കുമ്പോൾ കാതം താണ്ടി പോകുമ്പോൾ, ഓരോ കാതം താണ്ടുമ്പോഴും അതിൻ്റെ നാണയത്തുട്ടുകൾ അവർ കൊടുക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് ചുമ്മി പത്തായത്തെ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതിന് പുറമെ അവർ വേറെയും പണിയെടുത്ത് ആ കൊടുക്കുന്ന നെല്ലിന് കൂലിയും കൂടെ കൊടുക്കേണ്ടുന്നതായ സാഹചര്യമുണ്ടായിരുന്നു. അതായിരുന്നു ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതി. ആ നീതിന്യായ വ്യവസ്ഥിതി മാത്രമല്ല, ഇവിടെ ആളുകളെ കണ്ടാൽ പോലും, കൺമുമ്പിൽ കണ്ടാൽ പോലും അയിത്തം കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു നാടായിരുന്നു ഇത്. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പോഴും അയിത്തമുണ്ട്. ഞാൻ കാണാറുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പല
രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കാറുണ്ട്. പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഇവിടുത്തെ സമ്പ്രദായമാണ്, നമുക്ക് മാറ്റാൻ കഴിയുകയില്ല. അതിനേക്കാളും കഠിനമായ സമ്പ്രദായത്തെ മാറ്റിയെടുത്തൊരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന് ധൈര്യത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്. കാരണം എന്താണെന്നറിയണ്ടേ, ഇവിടെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ജോൺ മൺറോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ദൈവം അയച്ചു. ജോൺ മൺറോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ഈ വ്യവസ്ഥിതിക്ക് മാറ്റം വരണം, അസ്പൃഷ്ടരായ മനുഷ്യരെ മാറ്റി നിർത്തുന്ന സമ്പ്രദായങ്ങൾ പാടില്ല എന്ന് അദ്ദേഹം വളരെ ശക്തമായി വാദിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ചേർച്ച് മിഷണറി സൊസൈറ്റിയുടെ മിഷണറിമാർ വരുവാൻ ഇടയായിത്തീർന്നത്. കോട്ടയം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നാടായിട്ട് ഞാൻ കേരളത്തിൻ്റെ സംസ്കാര തലസ്ഥാനമായിരിക്കുന്ന തൃശ്ശൂർ കടന്നാണ് ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ അക്ഷരത്തിൻ്റെ നാട്ടിലെത്തുന്ന കോട്ടയത്തെത്തുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് വളരെയധികം പിടയും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ്, കോട്ടയംകാരാണ് ഞങ്ങൾക്ക് അക്ഷരം സ്ഫുടമായി വായിക്കാനുള്ള വാരികകളും പത്രങ്ങളും ഒക്കെ പ്രിൻ്റ് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ എത്തിച്ചിട്ടുള്ളത്. ആദ്യത്തെ പത്രം ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് പുറപ്പെട്ടതെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. രാജ്യസമാചാരം എന്ന് പറയുന്ന ജർമ്മൻ മിഷണറി ആയിരുന്ന, ജർമ്മൻ നാട്ടിൽ നിന്ന് വന്ന ഹെർമൻ ഗുണ്ടറ്റ് എന്ന് പറയുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷണറിയാണ് ആദ്യത്തെ പത്രം കേരളത്തിൽ ആരംഭിച്ചെങ്കിലും അത് തുടരാൻ സാധിച്ചില്ല. പക്ഷേ നിങ്ങളിപ്പോഴും പത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരുന്ന വാർത്തകളൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അന്ന് ജോൺ മൺറോ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഇവിടെ വന്ന് ഈ സംഭവങ്ങളെല്ലാം കൃത്യമായി കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇവർക്കൊരു മാറ്റം, സ്വാതന്ത്ര്യം വേണമെങ്കിൽ, ഈ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകണമെങ്കിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം കൊടുക്കാനുള്ള ഒരു വ്യക്തിയുമായി ഈ മനുഷ്യരെ ബന്ധിപ്പിക്കണം. അതെങ്ങനെ സാധിക്കും? അതിൻ്റെ മാർഗം ഒന്നേ ഉള്ളൂ, അവർ ആ സ്വാതന്ത്ര്യം നൽകുന്നവനെക്കുറിച്ച് കേൾക്കണം. അത് കേൾക്കണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുക? അതിന് അക്ഷര വിദ്യാഭ്യാസം കൊടുക്കണം. ഇവിടെ അന്ന് അക്ഷരവിദ്യാഭ്യാസം ആർജിക്കാൻ അവകാശമുള്ള ഒരൊറ്റ സമൂഹത്തിന് മാത്രമേ ഉള്ളൂ, ഒരു സമുദായത്തിന് മാത്രമേ ഉള്ളൂ. ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. അങ്ങനെയുള്ള ആ സമുദായം മറ്റുള്ളവർക്ക് വായനാശീലം കൊടുക്കുകയില്ല, പഠിപ്പീര് കൊടുക്കുകയില്ല. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? മിഷണറിമാരെ കൊണ്ടുവരിക. അവർ വന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ സീനിയർ ബേക്കറും അതേപോലെ തന്നെ ഈ ബെഞ്ചമിൻ ബേലി എന്ന് പറയുന്ന വ്യക്തിയും ജോസഫ് പീറ്റ് എന്ന് പറയുന്ന പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഈ പ്രിയപ്പെട്ട ജോൺ മൺറോയുടെ നിർദ്ദേശപ്രകാരം ഈ കോട്ടയം ദേശത്തേക്ക് വരികയും പള്ളത്തിലും മാവേലിക്കരയിലും ആലപ്പുഴയിലുമൊക്കെ താവളമടിച്ചുകൊണ്ട് മനുഷ്യ സ്നേഹം എന്താണെന്നുള്ളതും മനുഷ്യരെ എങ്ങനെ ഒരുമിപ്പിക്കാമെന്നുള്ളതും അവർ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞല്ലോ, അസ്പൃഷ്ടത തൊട്ടാൽ മാത്രമല്ല കണ്ടാൽ പോലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലും ഉണ്ടായിരുന്നു. സരസ്വതി വിജയം എന്ന് പറയുന്ന മനോഹരമായ ഒരു നോവൽ പോത്തേരി കുഞ്ഞമ്പു 1892 ചമച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. മനോഹരമായ ഭാഷ, നിങ്ങൾ വായിക്കണം. ചിന്താ പബ്ലിക്കേഷൻസ് ആണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവൈലബിളാണ്. ഒരു നോവലാണ് അത്. അന്നത്തെ മലബാറിൻ്റെ ചരിത്രമാണ് ആ നോവലിൽ കാണുന്നത്. അന്ന് പാട്ടുപാടിയെന്ന ഒറ്റ കാരണത്താൽ പാണച്ചെറുക്കനെ ചവിട്ടി താഴ്ത്തി അവൻ ചത്തുവെന്ന് ഉറപ്പുവരുത്തിയ ആ നമ്പ്യാർക്ക് പുടവ കൊടുത്ത് ആദരിച്ച ഒരു കുബേരൻ നമ്പൂതിരിയുടെ കഥയാണ് സരസ്വതി വിജയം എന്ന് പറയുന്ന മനോഹരമായ ആ നോവലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഒരു വ്യക്തി അതിനേക്കാളും മനോഹരമായ ഒരു ചരിത്ര നോവൽ എഴുതിയിരുന്നു. അതാരാണെന്ന് അറിയണ്ടേ? മിസ്സിസ് റിച്ചാർഡ് കോളൻസ് CMS കോളേജിലെ പ്രൊഫസർമാരോട് പാടി എനിക്ക് അഭിമാനം തോന്നി. ആ കോളേജിൻ്റെയൊക്കെ പൂർവികരായിരുന്ന ആളുകൾ, മിസ്സിസ് കോളൻസ്, അദ്ദേഹം 1859 ഈ നോവൽ എഴുതാൻ ആരംഭിച്ചു. മറിയം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായ മാറ്റം കൊണ്ട് 13 വയസ്സുകാരിയായ അവൾ ചെന്ന് പാവപ്പെട്ട പുലയ സമുദായത്തിലുള്ള ആളുകളോട്, ദൈവത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് സുവിശേഷം പങ്കുവെച്ച് അങ്ങനെ ആ സുവിശേഷം കേട്ട മനുഷ്യനുണ്ടായ മാറ്റം തൽഫലമായിട്ട് ഒരു സമൂഹം മുഴുവനും മാറ്റം വന്ന് പുരോഗതി കൈവരിക്കുവാൻ ഇടയായിത്തീർന്ന കഥയാണ് ഘാതകവധം. ഇതും അവൈലബിളാണ്. ഘാതകവധം നിങ്ങൾ വായിക്കണം. കോട്ടയംകാർ വായനക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രശംസിച്ച് നിങ്ങളുടെ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ വായിച്ചില്ലെങ്കിലും ഞങ്ങൾ വായിക്കുന്നവരാണ്. നിങ്ങൾ അയക്കുന്നതൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഘാതകവധം നിങ്ങൾ വായിക്കണം. സരസ്വതി വിജയം നിങ്ങൾ വായിക്കണം. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ പ്രവർത്തനത്താൽ ആദ്യമായിട്ട് സുവിശേഷം കേട്ട് വിശ്വസിച്ച് വന്ന
ഒരു വ്യക്തിയുണ്ട്, രാവുണ്ണി തലശ്ശേരിക്കാരനായിരിക്കുന്ന രാവുണ്ണി വിശ്വാസ സ്നാനം സ്വീകരിക്കാനായിട്ട് വന്ന സമയത്ത് ഇരുപക്ഷത്തു നിന്നും വലിയൊരു ആൾക്കൂട്ടം വന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും ആളുകൾ വന്ന് വലിയ പ്രശ്നമുണ്ടാക്കി. പക്ഷേ വിശ്വാസത്തോടുകൂടെ അദ്ദേഹം സ്നാനം സ്വീകരിച്ചിട്ട് അദ്ദേഹം ഏബ്രഹാം എന്നുള്ള പേര് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ശാമുവേൽ എന്ന് പറയുന്ന ആദ്യത്തെ തദ്ദേശീയ സുവിശേഷകൻ എഴുതിയിരിക്കുന്ന മനോഹരമായൊരു നോവലാണ് സുകുമാരി. അതൊക്കെ നമ്മുടെ അന്നത്തെ കേരളത്തിൻ്റെ യഥാർത്ഥ ചിത്രത്തെ വരച്ച് കാണിക്കുന്നതാണ്. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതായിരുന്നു നമ്മുടെ കേരളം. 90 അടി അകലം മാത്രം നിൽക്കേണ്ടുന്നവർ അതിനുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ കാണുന്നവൻ പോയി കുളിക്കേണ്ടുന്നതായ, നിമഞ്ജനം ചെയ്യേണ്ടുന്നതായ ഒരവസ്ഥ ഈ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസ്ഥ മാത്രമല്ല, കുടുംബജീവിതങ്ങളിൽ ഇല്ലാതിരുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ കോട്ടയം ജില്ലക്കാരെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, കാരണം കോട്ടയത്താണല്ലോ നിൽക്കുന്നത്. മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺ ചാണ്ടി എന്ന് പറയുന്ന ഒരു മിഷണറി ചില ആളുകളുടെ പിന്നാലെ കൂടി. അദ്ദേഹം ആദ്യം അവരെ പരിഹസിച്ചു, പിന്നെ പറഞ്ഞു, നിങ്ങൾക്കും വേണ്ട ഒരു കുടുംബജീവിതം. കാരണം ഒരു സ്ത്രീക്ക് 12 പുരുഷന്മാരെ പ്രാപിക്കാൻ, ഒഫീഷ്യലായിട്ട് 12 പേരെ ഭർത്താക്കന്മാരായി വെക്കാൻ അവകാശമുണ്ടായിരുന്ന നാടാണ് കേരളം. ഇങ്ങനെയുള്ള ഈ കേരളം അന്ന് മലയാള നാടെന്നാണ് അറിയപ്പെടുന്നത്. കാരണം പല 568 നാട്ടുരാജ്യങ്ങളിൽ 58 നാട്ടുരാജ്യങ്ങൾ ഉൾപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ കോട്ടയവും. അങ്ങനെയുള്ള നാട്ടിൽ സുവിശേഷവുമായിട്ട് മിഷണറിമാർ വന്നു. അവരാദ്യം കൊടുത്തത് സുവിശേഷമല്ല, അവരാദ്യം തന്നത് വിദ്യാഭ്യാസമാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഉണ്ടാക്കി. അതുകൊണ്ട് ക്രൈസ്തവർക്ക് പള്ളിക്കൂടവും പള്ളിയും ഒന്നാണ് എന്നൊരു ധാരണ ആരൊക്കെയോ സമൂഹത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീടാണ്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അടിമ പള്ളിക്കൂടം ആരംഭിച്ചുകൊണ്ടാണ്. ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മഹാനായ വ്യക്തിയും അതേപോലെ തന്നെ മറ്റ് ബേക്കർ എന്ന് പറയുന്ന വ്യക്തികളും, നമ്മൾ നേരത്തെ പറഞ്ഞായിട്ടുള്ള ബെഞ്ചമിൻ ബേലിയെ പോലെയുള്ള ആളുകൾ, അവരാണ് ആദ്യത്തെ അടിമ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചത്. ആ അടിമ പള്ളിക്കൂടങ്ങളിൽ പഠിക്കാൻ വന്നായ അടിമകളായിട്ടുള്ള ആളുകളെ ഉപദ്രവിക്കാൻ ഇവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ക്രൈസ്തവർ എക്കാലവും മുൻപന്തിയിലായിരുന്നു. അങ്ങനെ അടിമകളായിരുന്നവർ പഠിച്ച് അവർക്ക് വേദം മനസ്സിലാക്കിയപ്പോൾ, അവർ ജീവനുള്ള ദൈവം ആരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി അവരടിമകളായി പാർക്കുന്നവരുടെ ഭവനത്തിൻ്റെ വളരെ ദൂരത്ത് തന്നെ അവരുടെ നിലങ്ങൾക്കുള്ളിൽ അവരൊരു ആലയം പണിതു. ചെറിയൊരു ആലയം. അത് കത്തിച്ചു കളഞ്ഞു. 1 അല്ല 2 അല്ല 3 അല്ല, പല പ്രാവശ്യം. ആ ചാരത്തിലിരുന്നു കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടൊരു യാചന അർപ്പിച്ചു. എന്താണെന്ന് അറിയണ്ടേ? ദൈവമേ, ഞങ്ങൾക്കൊരു വിടുതലില്ലേ? ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പില്ലേ? ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം തരികയില്ലേ? സ്വാതന്ത്ര്യം തരുവാൻ കഴിവുള്ളവനോട് അവർ നിലവിളിച്ചപ്പോൾ സ്വാതന്ത്ര്യം തരുന്നവൻ ഇറങ്ങി വന്നു. അങ്ങനെയാണ് മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുക മാത്രമല്ല നവോത്ഥാനം കേരളത്തിൽ കൊണ്ടുവരികയും ചെയ്ത്. നിങ്ങൾ കേട്ടുള്ള നവോത്ഥാന കർത്താക്കൾ എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവും ഡോക്ടർ പൽപ്പുവും അതുപോലെ സഹോദരൻ അയ്യപ്പനും, ഇങ്ങനെയുള്ള കുറേ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മുടെ ആദരണീയനായിരിക്കുന്ന അഭിവന്യ ജോസഫ് മാർ ഇഗ്നാത്യോസ് തിരുമേനിയും ജാൻസി മാഡവും, നമ്മുടെ പഴയ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന, പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ജാൻസി മാഡവും ഞാനും നമ്മുടെ സഹോദരൻ ബാലസുബ്രഹ്മണ്യനും കൂടെ നമ്മുടെ ആദരണീയനായിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാനായിട്ട് പോയി. എന്തിനാണെന്നറിയണ്ടേ? തമസ്കരിക്കപ്പെട്ട ഇത്തരം ചരിത്രങ്ങളെ സമൂഹത്തിൽ കൊണ്ടുവരികയും അത് വിദ്യാലയങ്ങളിൽ കൂടെ പഠിപ്പിച്ച് സമൂഹത്തിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്താൻ കഴിയുക എന്നുള്ളത് മാതൃകയാക്കണമെന്ന് പറയാനായിട്ട്. അതിനായ മുഖ്യമന്ത്രി 7 മിനിറ്റ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ തിരക്കുണ്ടായിട്ട് പോലും ഞങ്ങളെ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഡൺ, അത് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടു. അന്ന് രാത്രിയിൽ SCRTയിൽ നിന്നൊരു വിളി വന്നു. എന്താണെന്നറിയണ്ടേ? 50 പേരെ സിലബസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ തരണം. 50 പോയിട്ട് 5 പേരെ പോലും ക്രിസ്തീയ സമൂഹത്തിൽ നിന്ന്, ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന, ഇത്രയും അധ്യാപകരെ സൃഷ്ടിച്ചെടുത്ത, സമൂഹത്തിൽ മുഴുവനും ദീപം തെളിയിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഈ കൂട്ടത്തിൽ നിന്ന് യഥാർത്ഥ ചരിത്രം എഴുതുവാൻ കഴിയുന്ന 5 പേരെ പോലും കിട്ടിയില്ല എന്നുള്ള ഒരു ദുഃഖം കൂടെ കോട്ടയംകാരുടെ മുമ്പാകെ ഞാൻ ഇടുകയാണ്. ഇന്നും സർക്കാർ താല്പര്യത്തോടു കൂടെ നിൽക്കുകയാണ്. നിങ്ങൾ കൊടുക്കാമെങ്കിൽ അവരത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. കാരണം തമസ്കരിക്കപ്പെട്ടിരിക്കുന്ന ചരിത്രം
ശരിയായ ചരിത്രം അത് ക്രിസ്തീയതയുടെ ചരിത്രമാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞ മനുഷ്യർക്ക് മാത്രമേ മനുഷ്യവർഗത്തെ സ്നേഹിക്കാനും അവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഇവിടുത്തെ എല്ലാ മന്ത്രിഭൂങ്കുവന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ നമ്മുടെ വാക്കുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ അത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം കിട്ടേണ്ടുന്നതായിട്ടുള്ള സ്വാതന്ത്ര്യം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയും. സ്വാതന്ത്ര്യം കിട്ടി, അതിന് മുമ്പ് തന്നെ ഇവിടെ സ്വാതന്ത്ര്യമൊക്കെ തന്നെയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ നാട്ടുരാജ്യങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമേ സ്വാതന്ത്ര്യമില്ലാതിരുന്നുള്ളൂ. നാട്ടുരാജ്യങ്ങൾ 568 നാട്ടുരാജ്യങ്ങൾ, ആ നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കാൻ ദൈവം അയച്ചതായിട്ടുള്ളൊരു സംവിധാനമായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടമെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം, നിങ്ങൾക്ക് തള്ളിക്കളയാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു, ഇന്ത്യയാക്കി തീർക്കാൻ വേണ്ടി ദൈവം അയച്ച ഒരു മിഷണറി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മിഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു ദൗത്യമായിരുന്നു ബ്രിട്ടീഷ് ഭരണം. അവർ നല്ലവരൊന്നുമല്ലായിരുന്നു, അവരാരും തന്നെ ഈ രക്ഷിതാവിനെ കണ്ടവരൊന്നുമല്ല. പക്ഷേ അവരൊരു രാഷ്ട്രീയ സമ്പ്രദായത്തിൽ രാജ്യത്തെ ഒന്നാക്കാനായിട്ട് വളരെ ശക്തമായി പ്രവർത്തിച്ചു എന്നുള്ളത് അവരോട് എപ്പോഴും ആദരവ് കാണിക്കാൻ എൻ്റെ മനസ്സ് കൊതിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, ഇവിടെ ഒരു ഭരണ സമ്പ്രദായം, വീണ്ടും ഞാൻ ജോൺ മൺറോയിലേക്ക് വരികയാണ്. ഇവിടെ ഉണ്ടായിരുന്ന സമ്പ്രദായം എന്താണെന്നറിയണ്ടേ? ഇവിടുത്തെ ഉയർന്ന ജാതിക്കാരൻ താഴ്ന്ന ജാതിക്കാരനെ അസ്പൃശ്യനായി കണ്ടുകൊണ്ട് അവന് നിൽക്കേണ്ടുന്നതായ 72 അടിക്കുള്ളിൽ അവൻ വരികയോ ഇദ്ദേഹത്തെ തൊടുകയോ ചെയ്താൽ അവൻ്റെ കഴുത്ത് വെട്ടാം. അങ്ങനെ കഴുത്ത് വെട്ടിയാൽ അതാരും ചോദിക്കുകയില്ല. അതായിരുന്നു ഇവിടുത്തെ നിയമം. അതാരും ചോദിക്കുകയില്ല. ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രങ്ങളാണ്. അതാരും ചോദിക്കാൻ വരികയില്ല. അങ്ങനെയുള്ള ആ സമ്പ്രദായം പോരാ, ഇവിടെ എല്ലാവർക്കും തുല്യ നീതി വേണമെന്ന് ആദ്യമായി വാദിച്ചത് ജോൺ മൺറോ എന്ന് പറയുന്ന മഹാനായ ആ കേണലാണ്, ആ റെസിഡൻ്റാണ്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യരെല്ലാം ദൈവത്തിന് മുമ്പാകെ തുല്യരാണ്. എവിടുന്നാണ് ആ ബോധം അദ്ദേഹത്തിനുണ്ടായത്? ആ ബോധം വന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ്. കാരണം വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന മനോഹരമായൊരു പുസ്തകമുണ്ട്. എല്ലാത്തിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായൊരു പുസ്തകമാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ 26-ാം വാക്യം വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്താണ് ഈ സ്വരൂപവും സാദൃശ്യം എന്ന് പറഞ്ഞാൽ? എന്താണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യം? വാട്ട് ഈസ് ദ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് ഓഫ് ഗോഡ്? 3 കാര്യങ്ങളാണ്, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 3 കാര്യങ്ങൾ, സുവിശേഷത്തിൻ്റെ കാതലായ 3 കാര്യങ്ങൾ. 1, മനുഷ്യന് ദൈവം നൽകിയ ചിന്തയിലെ ജ്ഞാനം. 2, മനുഷ്യന് ദൈവം നൽകിയ ഹൃദയത്തിലെ വിശുദ്ധി. 3, മനുഷ്യന് ദൈവം നൽകിയ പ്രവൃത്തിയിലെ നീതി. ജ്ഞാനം, വിശുദ്ധി, നീതി. ഈ 3 കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും. മറ്റെല്ലാ ജീവജാലങ്ങളെയും ഉണ്ടാകട്ടെ എന്ന് അദൃശ്യനായ ദൈവം പറഞ്ഞു, ആത്മാവായ ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന്. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ദൈവം ആരാണ്, ദൈവമുണ്ടോ? പ്രത്യേകിച്ച് ഇത് നിരീശ്വരവാദത്തിൻ്റെ വലിയൊരു യുഗമാണ്. നിരീശ്വരവാദം നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വലിയ ശൃംഖലകൾ ഇന്ന് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ ആരാധനകൾക്ക് പോകുവാൻ മനസ്സില്ലാതെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ക്രിസ്ത്യൻ യോഗങ്ങൾ സംഘടിപ്പിച്ച് ബൈബിളിനെയും ബൈബിൾ സംബന്ധിയായ കാര്യങ്ങളെയും ബൈബിൾ പ്രവർത്തകരെയൊക്കെ വിമർശിക്കുന്ന, അതിൻ്റെ നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന വലിയ ഒരു കാലഘട്ടത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൈവമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം. നിങ്ങൾ ചിന്തിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, മറിച്ച് ഈ പ്രപഞ്ചത്തിന് അതീതനായിട്ടുള്ളവനെ കുറിച്ചാണ്. മാറ്ററിനും സ്പേസിനും ടൈമിനും ഒക്കെ അതീതനായിട്ടുള്ളവൻ. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു ഡോക്ടർ ജോൺസൺ ഐരൂർ എന്ന് പറയുന്ന യുക്തിവാദികളുടെ നേതാവായിരുന്ന മനുഷ്യൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, നിലമ്പൂർക്കാരനാണ്. ഞങ്ങൾ പലപ്പോഴും പല മീറ്റിങ്ങുകളും ഒരുമിച്ച് പല വേദികളിലും വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കാറുള്ളൊരു LKG ചോദ്യമുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത്? നിങ്ങൾ പറയുന്നു ദൈവമാണ് ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാക്കിയെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്? അത് LKGയിലെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണെന്ന് നമുക്കറിയാം. പക്ഷേ അവരെ ചിന്തിക്കുന്നത് സൃഷ്ടിക്കപ്പെട്ട ഒരു ദൈവത്തെക്കുറിച്ചാണ്. എന്നാൽ നാം സംസാരിക്കുന്നത് സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചാണ്.
സൃഷ്ടിക്കപ്പെട്ട ദൈവത്തെക്കുറിച്ചല്ല, സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്നല്ല ദൈവിക ആശയം ഉരുവാക്കപ്പെട്ടത്, മറിച്ച് ദൈവം ആരാകുന്നുവോ ആ ദൈവം സ്വയമേ വെളിപ്പെടുത്തി തന്നതുകൊണ്ടാണ്. അങ്ങനെയുള്ള ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യന് നൽകിയതായിട്ടുള്ള 3 പ്രത്യേക അനുഭൂതികളാണ്, അല്ലെങ്കിൽ അവസ്ഥകളാണ്. ഒന്ന് ചിന്തയിലെ ജ്ഞാനം, ഹൃദയത്തിലെ വിശുദ്ധി, പ്രവൃത്തിയിലെ നീതി. അത് 3ഉമാണ് മനുഷ്യനെ അന്യമായി പോകും എന്ന് പറഞ്ഞത്. പക്ഷേ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കിനെ അവിശ്വസിച്ചുകൊണ്ട് ദൈവവിരോധിയുടെ വാക്കിനെ വിശ്വസിക്കുകയും ദൈവ വാക്കിനെ അനുസരിക്കുകയും അവനിലേക്ക് മാനസാന്തരപ്പെടുകയും ചെയ്തു. ആദ്യത്തെ മാനസാന്തരം ആദിമ മനുഷ്യൻ്റേതും അവൻ്റെ ജീവിത പങ്കാളിയുടേതുമായിരുന്നു. ആദ്യത്തെ മാനസാന്തരം എന്താണ്? മാനസാന്തരം മനസ്സിനുണ്ടായ മാറ്റം. ദൈവത്തിൽ നിന്ന് അവൻ മനസ്സ് മാറി. തൽഫലമായിട്ട് അവൻ്റെ ചിന്തയിലെ ജ്ഞാനം നഷ്ടമായി, അവൻ്റെ ഹൃദയത്തിലെ വിശുദ്ധി അവൻ അന്യമായി, അവൻ്റെ പ്രവൃത്തിയിലെ നീതി അവൻ എന്നേക്കുമായിട്ട് മരണപ്പെട്ടു. ആ അവസ്ഥയ്ക്കാണ് വേർപാടെന്ന് അർത്ഥം വരുന്ന മരണം എന്ന് ദൈവവചനം പറയുന്നത്. അതിനെയാണ്, ആ അകൽച്ചയാണ് ഇവിടെ ജോർജ് ഘോഷ് സാറ് വളരെ കൃത്യമായിട്ട് പാപം എന്ന് പറഞ്ഞത്. ഹമാത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് അവനിൽ നൽകിയതായിട്ടുള്ള സ്വരൂപമായിട്ടുള്ള അവൻ്റെ ജ്ഞാനം, അവൻ്റെ വിശുദ്ധി, അവൻ്റെ നീതി, ഇത് 3ഉം അവന് നഷ്ടമായിപ്പോയി. അത് നഷ്ടമായിപ്പോയി. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ യേശുവിനെ കുറിച്ചുള്ള ആദ്യത്തെ സുവിശേഷം ഏദൻ തോട്ടത്തിൽ പ്രസംഗിച്ചു. അതാണ് ഈ ലോകത്തിലേക്ക് മനുഷ്യനോട് കൂടെ വസിക്കുവാനും മനുഷ്യനെ നഷ്ടമായി പോയിട്ടുള്ള ഈ ജ്ഞാനവും നീതിയും വിശുദ്ധിയും അവന് തിരികെ കൊടുക്കുവാനും വേണ്ടിയിട്ട് വരും എന്നുള്ള സുവിശേഷ പ്രഘോഷണം. അതാണ് യേശു ക്രിസ്തു. വിശുദ്ധ ബൈബിളിൽ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം അവനിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് പിതാവായ ദൈവത്തിൽ നിന്നുള്ള നീതിയും വിശുദ്ധിയും ജ്ഞാനവും വീണ്ടെടുപ്പും ആയിത്തീർന്നു. യേശു ക്രിസ്തു നമുക്ക് പിതാവായ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമായിത്തീർന്നു, വിശുദ്ധിയായിത്തീർന്നു, നീതിയായിത്തീർന്നു. അങ്ങനെ അവൻ നമ്മളെ വീണ്ടെടുത്തു. എങ്ങോട്ട്? ദൈവത്തിൻ്റെ സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും. ഈ ദൈവിക സ്വരൂപത്തിലേക്കും സാദൃശ്യത്തിലേക്കും നാം എത്തിക്കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയാൻ കഴിയുക. അതുവരെ നമ്മൾ അടിമകളാണ്. ആരുടെ അടിമ? നമ്മളെയൊക്കെ സൃഷ്ടിച്ചവനായ ദൈവത്തിൽ നിന്ന് നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ ചെയ്തി കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജന്മം കൊണ്ട് തന്നെ അടിമയായിത്തീർന്ന പിശാചിൻ്റെ വകയായിത്തീർന്നവരാണ്. അങ്ങനെയുള്ള പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായ ഒരു മോചനം, ഒരു വീണ്ടെടുപ്പ്, ഒരു സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിൽ കൂടെ കിട്ടുകയാണ്, മടക്കി കിട്ടുകയാണ്. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദൈവത്തിലെടുത്ത തീരുമാനമാണ് നമ്മളെ വീണ്ടെടുക്കുക, നമ്മളെ തിരികെ വാങ്ങിക്കുക, വില കൊടുത്ത് വാങ്ങിക്കുക. വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തമായിരുന്ന ഒന്ന് നഷ്ടമായി പോകുമ്പോൾ അതിന് കൊടുക്കുന്ന വിലയാണ്. അങ്ങനെ വില കൊടുത്ത് ദൈവം നമ്മളെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. അത് നാം സ്വീകരിച്ചാൽ മാത്രം മതി. നാം വിശ്വാസത്താൽ പ്രവൃത്തികളാലല്ല. നമ്മളെന്തെങ്കിലും നേർച്ച കാഴ്ചകൾ കൊടുത്തോ, കാണിക്കകൾ അർപ്പിച്ചിട്ടോ, ഏതെങ്കിലും മലകൾ കയറിയിട്ടോ, ഏതെങ്കിലും പുണ്യ തീർത്ഥാടനങ്ങളിലേക്ക് പോയിട്ടോ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ദൈവികമായിട്ടുള്ള രക്ഷ എന്ന് പറയുന്നത്. മറിച്ച് അത് നമുക്ക് സൗജന്യമായിട്ട് തരികയാണ്. വിശ്വസിക്കുന്ന ഏവർക്കും യേശു ക്രിസ്തുവിൽ കൂടെ ദൈവികമായിട്ടുള്ള സാദൃശ്യവും സ്വരൂപവും മടക്കി കിട്ടുകയാണ്. അങ്ങനെ മടക്കി കിട്ടുന്ന ആളുകളെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ആ പേരിട്ടിരിക്കുന്നതും സ്വർഗീയമായിട്ടുള്ള പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൻ്റെ പേരാണ് ജീവൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ പേരെഴുതുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ദൈവമക്കൾ. ആ ദൈവമക്കൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അവർ ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി
അവർ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കാൻ വേണ്ടി അധ്വാനിക്കുമെന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞത്. അതുകൊണ്ടാണ് ജോൺ മൺറോ എന്ന് പറയുന്നതായിട്ടുള്ള ആ മനുഷ്യൻ കേരളത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നത്. അതുകൊണ്ടാണ് ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യൻ കോട്ടയത്ത് വന്നത്. അതുകൊണ്ടാണ് ജോസഫൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ വരികയും ബെഞ്ചമിൻ ബെയ്ലി അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായിരിക്കുന്ന ചാത്തുമേനോനെ വിളിച്ച് നമ്മുടെ ഭാഷയിലേക്ക് ഈ വേദപുസ്തകം പരിവർത്തനം ചെയ്യുവാൻ തക്കവണ്ണം ജീവിതം തന്നെ സമർപ്പിക്കുകയും ചെയ്തത്. ഞങ്ങളൊരു പരിഭാഷയിലാണ്, മലബാർ ബൈബിൾ ഫെലോഷിപ്പ് എന്ന് പറയുന്ന അവിടെ മലബാറിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കുശവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ധാരാളം ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. അവർ കർത്താവിനെ അറിയുവാനിടയായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഷ വ്യത്യസ്തമാണ്. ലിപികളില്ല, പക്ഷേ നമ്മൾ സംസാരിക്കുന്ന മലയാളം അവർക്കും അറിയാം, പക്ഷേ അവർ സംസാരിച്ചാലൊന്നും തന്നെ നമുക്ക് മനസ്സിലാകുകയില്ല. അപ്പോൾ അവരുടെ ഭാഷയിലേക്ക് ഞങ്ങൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓറൽ ട്രാൻസ്ലേഷൻ നടന്നു, ഇനി അതെല്ലാം ലിറ്ററൽ ട്രാൻസ്ലേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ രാജ്യത്ത് നമ്മളെ സ്വതന്ത്രമാക്കണമെങ്കിൽ ഇതുപോലുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ചില ആളുകൾ വരണമായിരുന്നു. അവർ വന്നിട്ട് നമുക്കിവിടെ സുവിശേഷം മാത്രമല്ല തന്നത്. ഞാൻ പറഞ്ഞു, നമുക്കൊരു രാജ്യമുണ്ടാക്കി തന്നു. ഈ രാജ്യം ഒന്നായി തീരാൻ വേണ്ടി ഇടയാകണമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഭാഷ രൂപീകരിക്കണമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവിടെ ഹിന്ദി എന്ന് പറയുന്ന ഒരു ഭാഷ 150 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നെന്ന്? ഹലോ കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഈ അടുത്ത സമയത്ത് അമിത്ഷാജി പറഞ്ഞു, എനിക്ക് ഏറ്റവും ആദരണീയനായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമിത്ഷാജി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസേഴ്സുമായിട്ടൊക്കെ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയായിട്ട് നിലനിർത്തണം, അത് രാഷ്ട്രഭാഷയാക്കി തീർക്കണം. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ഇത് തുളസിദാസ് ഉണ്ടാക്കിയ ഭാഷയായിരിക്കുമെന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്ന IAS IPS വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തുളസിദാസ് അതുണ്ടാക്കിയെന്ന്. അല്ല. 1875 ശാമുവൽ ഹെൻറി കെല്ലോങ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു മിഷണറി, ഒരു പ്രെസ്ബിറ്റേറിയൻ മിഷണറി, അദ്ദേഹം അന്നത്തെ മധ്യ ഇന്ത്യയിലുണ്ടായിരുന്ന 12 ബോയിലി ഭാഷകളെ ഒരുമിപ്പിക്കുകയും എന്നിട്ട് അദ്ദേഹം ഒരു ഗ്രാമർ പുസ്തകം രചിക്കുകയും അങ്ങനെ ഹിന്ദി ഭാഷയ്ക്ക് രൂപം നൽകുകയും ചെയ്തു. അപ്പോൾ ഹിന്ദി ഭാഷയുടെ പിതാവ്, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ തന്ത ആരെ എന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ ഞാൻ പറയും, അത് ഞങ്ങളുടെ പൂർവികനായിരിക്കുന്ന ശാമുവൽ ഹെൻറി കെല്ലോങ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ്. അദ്ദേഹം ആ ഭാഷ അന്ന് നമുക്ക് വേണ്ടി രൂപീകരിച്ച് തന്നിട്ടില്ലായിരുന്നെങ്കിൽ, ഇന്ത്യക്ക് വേണ്ടി ആ ഭാഷ രൂപീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ദേശീയ ഭാഷ ഉണ്ടാകുകയില്ലായിരുന്നു. അങ്ങനെ ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാതെ നിങ്ങൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകളെ സജ്ജരാക്കുക? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സ്വാതന്ത്ര്യം തന്നതൊക്കെ ഇവിടുത്തെ മഹാന്മാരുടെ പേരുകളൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ അവരുടെ പേരുകൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ. അവരുടെ പേരുകളൊക്കെ നിങ്ങൾ പറഞ്ഞോ, പക്ഷേ അതിലൊന്നും ഞങ്ങൾ പിതൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവരെ അവരാക്കി തീർത്ത ചില വ്യക്തികളുണ്ട്, അവരുടെ പേരുകൾ നിങ്ങൾക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല. അതിലൊന്നാണ് ശാമുവൽ ഹെൻറി കെല്ലോങ്. മറ്റൊരാളാണ് ജോസഫ് ബാപ്റ്റിസ്റ്റോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ജോസഫ് ബാപ്റ്റിസ്റ്റോ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹമാണ് CF ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്ന് ഈ ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ, ചില ഇടങ്ങളിൽ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിച്ചതും അങ്ങനെ ചെയ്യിച്ചതും. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഈ CF ആൻഡ്രൂസ് എന്ന് പറയുന്ന ആംഗ്ലിക്കൻ പാതിരിയാണ് നമ്മുടെ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയെ ആഫ്രിക്കയിൽ പോയി കണ്ടിട്ട് ഇന്ത്യയിലേക്ക് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ എവിടെ പോയിരിക്കുന്നു സംഭവങ്ങൾ? എവിടെ കിടക്കുന്നതിൻ്റെ അടിവേരുകൾ മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ സ്വാതന്ത്ര്യം എന്നുള്ള പദമുണ്ടല്ലോ, അതെവിടെ നിന്ന് കിട്ടിയതാ? എൻ്റെ റിസർച്ച് തീസീസിൻ്റെ ടൈറ്റില് ദ ക്രിസ്ത്യൻ ഇമ്പാക്റ്റ് ഓൺ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, എ സ്റ്റഡി ഓൺ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഈ ദ വെരി വേർഡ് ഫ്രീഡം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആ വാക്ക് അത് ബിബ്ലിക്കലാണ്. കാരണം അത് മറ്റൊരു വേദഗ്രന്ഥത്തിലുമില്ല. മറ്റൊരു വേദഗ്രന്ഥത്തിലും
മനുഷ്യർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. സമുദായത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരൊറ്റ വേദഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ ബൈബിളാണ്. അത് സംസാരിച്ചത് ആരാണെന്ന് അറിയണ്ടേ? ആദ്യമായിട്ട് അത് സംസാരിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ ഈ ലോകത്തിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ആത്മാവായിരുന്നവൻ ജഡമായി തീർന്ന് മനുഷ്യനോടുകൂടെ വസിക്കാൻ വന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ വന്നിരിക്കുകയാണ്. പാപം ചെയ്യുന്നവനൊക്കെ പാപത്തിൻ്റെ ദാസന്മാരാണ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ വന്നിരിക്കുകയാണ്. 36-ാം വാക്യത്തിൽ പറയുന്നത്, 8-ാം അധ്യായം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്ന ഒരു സുവിശേഷം പുതിയ നിയമത്തിലുണ്ട്, 4-ാമത്തെ സുവിശേഷമാണ്. ആ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം പറയുന്നത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രം. നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നിങ്ങൾ എവിടേക്ക് വരണം? പുത്രനിലേക്ക് വരണം. നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന ആരംഭിച്ച് എവിടുന്നാണെന്നറിയണ്ടേ? നമ്മൾ പറയാം അമേരിക്കയുടെയൊക്കെ എടുത്ത്, അതെ എടുത്തു. പക്ഷേ അത് ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ചത് ജോൺ മൺറോയാണ് കേട്ടോ. കേണൽ ജോൺ മൺറോയാണ്. കേണൽ ജോൺ മൺറോ 1813 ഇവിടെ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരണം. ആ നിയമവ്യവസ്ഥയിൽ 1-ാമത്തെ നിയമം തുല്യ നീതി എന്നുള്ളായിരുന്നു. ഈക്വൽ ജസ്റ്റിസ് ടു ഓൾ, എല്ലാവർക്കും തുല്യ നീതി. ഞാൻ പറഞ്ഞല്ലോ, അസ്പൃശ്യരെ വെട്ടിക്കൊല്ലുവാൻ അനുവാദമുണ്ടായിരുന്ന ഈ നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ആദ്യം വാദിച്ച വ്യക്തി ജോൺ മൺറോ ആണ്. അദ്ദേഹത്തിന് എവിടുന്ന് അത് കിട്ടിയത്? ദൈവിക നീതി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ ആ നീതി വെളിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് ബോധ്യം വന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ച നാട്ടിൽ അവിടെയുള്ള എല്ലാ ജനതയ്ക്കും നീതി കൊടുക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ആ കാലഘട്ടത്തിൽ ഇവിടെ നികുതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. 1856 എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, അന്നത്തെ ഇവിടുത്തെ സമ്പ്രദായം, ഭരണ സമ്പ്രദായത്തെക്കുറിച്ച്. അതിനകത്ത് 110 തരത്തിലുള്ള നികുതിയെക്കുറിച്ചാണ് പറയുന്നത്. 110 തരത്തിലുള്ള നികുതി. ഇന്നും നികുതിക്കൊന്നും കുറവില്ല കേട്ടോ. നമ്മുടെ ആദരണീയരായിരിക്കുന്ന മന്ത്രി പൊങ്കുവന്മാർ എങ്ങനെ നമ്മുടെ മേൽ അധിക ഭാരം ചുമത്തിക്കൊണ്ട്, സെസ് ചുമത്തിക്കൊണ്ട് എങ്ങനെ നമ്മുടെ അധ്വാനത്തെ മുഴുവനും അവരുടെ ഖജനാവിലേക്ക് വരുത്താൻ കഴിയുമെന്ന് രണ്ടു കൂട്ടരും, മേളിലാണെങ്കിലും താഴെയാണെങ്കിലും ഒരുപോലെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷേ ഞാൻ അതിലേക്ക് രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അന്ന് 110 ഇനം നികുതികളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നറിയണ്ടേ? തലയിലൊരു കെട്ട് കെട്ടണമെങ്കിൽ അതിന് നികുതി കൊടുക്കണം രാജകൊട്ടാരത്തിലേക്ക്. ഇനിയും നിങ്ങൾക്ക് ഒരു മുണ്ടെടുക്കണമെങ്കിൽ അതിനും കൊടുക്കണം. മാത്രമല്ല, മുലക്കരമെന്ന് പറയുന്ന ഒരു കരമുണ്ടായിരുന്നു, അമ്മിഞ്ഞക്കരം. സ്ത്രീകൾ മുലക്കരം കൊടുക്കണമായിരുന്നു ഈ കേരളത്തിൽ. ആർക്ക് കൊടുക്കണം? അവർണ സ്ത്രീകൾ സവർണ മേധാവികൾക്ക് കരം കൊടുക്കണം. നിങ്ങളുടെ ശരീരത്തിലുള്ള അവയവത്തിന് നിങ്ങൾ കരം കൊടുക്കണമെന്നുള്ളതാണ് നങ്ങേലി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്കറിയാം നങ്ങേലിയുടെ കഥ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വായനക്കാരാണല്ലോ. നങ്ങേലി എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവർണ സ്ത്രീയായിരുന്നു. അരിപ്പാടിന് സമീപത്താണ്, ആലപ്പുഴ ജില്ലയിൽ അരിപ്പാടിന് സമീപത്ത് ഞാൻ പോയതാണ്. എൻ്റെ തീസിസ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെയൊക്കെ സഞ്ചരിച്ചതാണ്. അവിടെ ചെന്നപ്പോൾ ആ സ്ത്രീയെ അടക്കം ചെയ്ത, നങ്ങേലി അടക്കം ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് മുലച്ചിപ്പറമ്പ്. എന്താണെന്നറിയണ്ടേ? ഒരു ദിവസം 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടിങ്ങനെ തൻ്റെ കുടിലിരിക്കുകയാണ്. ചോർന്നൊലിക്കുന്ന കുടിലിരിക്കുമ്പോൾ സവർണനായിരിക്കുന്ന അധികാരി കരം പിരിക്കാനായിട്ട് വന്നു. അവളോട് പറഞ്ഞു, കരം താ, അവയോ കരം താ. അപ്പോൾ അവൾ പറഞ്ഞു, യജമാനെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു തുള്ളി പാല് പോലും മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ കുഞ്ഞ് പട്ടിണി കൊണ്ട് വിശന്ന് കരയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ ഇങ്ങ് അരിഞ്ഞു തന്നേരടി. ഒരു ദാക്ഷിണ്യവും നങ്ങേലി കാണിച്ചില്ല. കയ്യത്തും ദൂരത്തിരുന്ന കത്തിയെടുത്ത് തൻ്റെ 2 മാറും ചെത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി യജമാനൻ ഇതിനു വേണ്ടി കരം പിരിക്കാൻ എൻ്റെ കുടിലിൽ വരണ്ട. രക്തം വാർന്നൊഴുകി മരിച്ചതായിട്ടുള്ള ആ നങ്ങേലിയും ആ രക്തത്തിൽ കടന്ന് മരിച്ച ആ കുഞ്ഞിനെയും അടക്കം ചെയ്ത സ്ഥലമാണ് ഈ കേരളത്തിലെ മുലച്ചിപ്പറമ്പെന്ന് പറയുന്ന മണ്ണ്. അങ്ങനെയുള്ള നാട്ടിലാണ് സ്വാതന്ത്ര്യത്തോടുകൂടി ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. അതിൻ്റെ ഏക കാരണം വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിൾ, ദൈവത്തിൻ്റെ വചനം ഈ നാട്ടിൽ
വചനവുമായി വന്ന മിഷണറിമാർ അവർ നമുക്ക് തന്നു, സ്വാതന്ത്ര്യം തന്നു. അതുകൊണ്ടാണ് നമുക്കൊരു ഭരണഘടന ഉണ്ടായത്. നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ എഴുതി വച്ചിരിക്കുന്ന 4 തൂണുകളുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബാക്കി എല്ലാ ഭരണങ്ങളും. ഇവിടെ ഇരിക്കുന്ന വക്കീലന്മാർക്ക് നന്നായിട്ട് അറിയാം, ഭരണതന്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾക്ക് അറിയാം അതിനെക്കുറിച്ച്. 4 കാര്യങ്ങൾ, 4 തൂണുകൾ. അതില്ലെങ്കിൽ ഭാരതമില്ല, ഭാരതത്തിന് ഭരണഘടന ഉണ്ടാകുകയില്ല. ആ 4ഉം എടുത്തിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തൊക്കെയാണത്? ഒന്ന് ഞാൻ പറഞ്ഞതായ തുല്യനീതി, എല്ലാവർക്കും നീതി. രണ്ടാമത്തേത് ലിബർട്ടി, ഫ്രീഡം എന്നല്ല കേട്ടോ, ഫ്രീഡം എന്ന് നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല ലിബർട്ടി ഉപയോഗിക്കുന്നത്. സ്വാതന്ത്ര്യം എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അത് അക്വൈൻറ്റഡ് ആയിട്ടുള്ള ഫ്രീഡമാണ്, അല്ലെങ്കിൽ ആർജിച്ചെടുത്ത റെസ്പോൺസിബിലിറ്റീസ് ആയിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഫ്രീഡമാണ്. ആ ഫ്രീഡം നമുക്കുള്ളത് തിരുവചനം, വിശുദ്ധ ബൈബിൾ ഇവിടെ വന്ന് നടത്തിയ പരിവർത്തനം കൊണ്ടാണ്. മൂന്നാമത്തെ എന്താണ്? ഇക്വാലിറ്റി, തുല്യത. എല്ലാവർക്കും തുല്യത, എല്ലാവരും തുല്യരാണ്. പക്ഷേ അതൊന്നും പ്രവർത്തികളിലില്ല കേട്ടോ, പ്രവർത്തികളിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഛത്തീസ്ഗഡിൽ അവിടെ ആ പാവപ്പെട്ട ട്രൈബൽ പെൺകുഞ്ഞുങ്ങളെ അവർ ക്രിസ്ത്യ വിശ്വാസം സ്വീകരിച്ചു എന്ന കാരണത്താൽ അടിച്ച്, വിറകുകൊള്ളി കൊണ്ട് അടിച്ച് അവർ നിലം പരിചായപ്പോൾ അവരെ താങ്ങിയിരുത്തിയിട്ട് 2 കാലുകളും വലിച്ചു കയറുകയില്ലായിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല, ഞങ്ങൾ നേരടിയായി പോയി കണ്ട കാര്യങ്ങളാണ്. മണിപ്പൂരിൽ അത്രയും വീടുകൾ കത്തിച്ച് കളയുകയില്ലായിരുന്നു. പാവപ്പെട്ട ഗോത്രവർഗക്കാരെ അവരുടെ നാട്ടിൽ നിന്ന്, അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് ആട്ടി ഓടിക്കുകയില്ലായിരുന്നു, നഗ്നരാക്കി നമ്മുടെ നാട്ടിൽ കൂടെ, ഈ ഭാരതത്തിൻ്റെ മണ്ണിലൂടെ നടത്തുകയില്ലായിരുന്നു. എല്ലാവരും തുല്യനീതി ഉണ്ടാകുമായിരുന്നെങ്കിൽ. അതൊന്നുമില്ല. പക്ഷേ എഴുതി വച്ചിട്ടുണ്ട്, നമ്മുടെ ഭരണഘടനയിലുള്ളതാണ് തുല്യനീതി. അവസാനത്തെ എന്താണ്? ഫ്രറ്റേണിറ്റി, സാഹോദര്യം. എല്ലാവർക്കും സാഹോദര്യം. ആ സാഹോദര്യം വാക്കുകൾ കൊണ്ടല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അടിമയായിരുന്ന ഒരു മനുഷ്യനെ, അടിമയായിരുന്ന ഒനേസിമോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ജയിലിൽ വെച്ചിട്ട് ഇതേപോലെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഇനിയും അടിമയല്ല, അവൻ എൻ്റെ നിജപുത്രനാണ് എന്ന് വിളിക്കത്തക്കവണ്ണം അവനെ ചേർത്ത് കൊള്ളുന്ന ഒരനുഭവം. അതാണ് ഇക്വാലിറ്റി, അതാ തുല്യത. സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്ന, സ്വതന്ത്രരായി എന്ന് പറയുന്നവർ അതുപോലത്തെ ഒരു തുല്യതാബോധം കൂടെ കാണിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പിതാവായിട്ട് അറിയപ്പെടുന്ന BR അംബേദ്കറിനെ കുറിച്ച് ഏറെ അഭിമാനം കൊള്ളുന്നൊരു വ്യക്തിയാണ് നമ്മളൊക്കെയും. ഡോക്ടർ BR അംബേദ്കറിൻ്റെ സ്വജാതിക്കാരല്ലാതെ ആദ്യമായിട്ട് അദ്ദേഹത്തെ ഒന്ന് വാത്സല്യപൂർവ്വം കെട്ടിപ്പുണർന്ന് ആരാണെന്നറിയണ്ടേ? മഹാത്മാഗാന്ധി അല്ല കേട്ടോ, നെഹ്റുജി അല്ല. ആരാണെന്നറിയണോ? വിദേശിയായിരിക്കുന്ന ഒരു മിഷണറിയാണ് അദ്ദേഹത്തെ വാരിപ്പുണർന്നത്. അതുകൊണ്ടാണ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ആദരണീയനായ നെഹ്റുജി എഴുതി വെച്ചത്, ക്രിസ്ത്യൻ പാതിരിമാർ അവർ മതപരിവർത്തനം നടത്തുന്നു എന്ന് നമ്മൾ പലപ്പോഴും വിമർശിക്കുമെങ്കിലും അവർക്ക് അസ്പൃഷ്ടരായിട്ടാരുമില്ല. ചെറ്റക്കുടിലുകളിൽ കയറിച്ചെന്ന് അവരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം ഭക്ഷണമുണ്ടാക്കാനും ഭക്ഷണം കഴിക്കാനും മടിയില്ലാത്ത ഏതെങ്കിലും ഒരു വർഗമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. കാരണം അവർക്കറിയാം ഈ തുല്യതയുടെ മനോഹരത്വം എത്ര വലുതാണെന്ന്. ഇതാ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതിഫലനം. നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ കൂടെ ചേർത്ത് കൊള്ളുവാനുള്ള മനസ്സുണ്ടാകണം. ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കി തരാനായിട്ട് മാത്രം. അത് ദൂരം നടന്നതല്ല, ഇവിടെ ഈ കിഴക്കൻ മലയിൽ നടന്നതാണ്. ഒരു പറ്റം ആളുകൾ, പാവപ്പെട്ട ജനത, വസ്ത്രം ധരിക്കാൻ അവകാശമില്ലാത്ത ആ ജനത സുവിശേഷം കേട്ടു. അവർ സുവിശേഷം കേട്ടപ്പോൾ ജോർജ് മാത്രം എന്ന് പറയുന്ന ഒരു അച്ഛൻ അങ്കിയൊക്കെ ഇട്ട് പെരും മഴയത്ത് അവരുടെ വീട്ടിലേക്ക്, കുടിലുകളിലേക്ക് ചെല്ലുകയാണ്. അവർക്ക് സ്നാനം കൊടുക്കാനായിട്ട് ചെല്ലുകയാണ്. ആ സ്നാനം കൊടുക്കാൻ ചെന്നപ്പോൾ അന്നത്തെ ആദ്യത്തെ വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തി ദൈവത്താൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ആ കുലം മുഴുവനും അദ്ദേഹത്തിൻ്റെ കാൽക്കിലേക്കൊന്ന് വീഴാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, പാടില്ല. കാരണം നിങ്ങളിൽ വ്യാപരിക്കുന്ന അതേ ആത്മാവ് എന്നിലും
എന്നിൽ വ്യാപരിക്കുന്ന അതേ ദൈവ തേജസ്സാണ് നിങ്ങളിലും. അതുകൊണ്ട് നാം ഒന്നാണ്, സഹോദരന്മാരാണ്. ഇതാണ് ക്രിസ്തീയത. ഇതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലെങ്കിൽ, ഈ വിധത്തിലുള്ള നീതിയും ജ്ഞാനവും വിശുദ്ധിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മടക്കി കിട്ടിയിട്ടില്ലെങ്കിൽ, ഇന്ന് ദൈവം തമ്പുരാൻ അത് നിങ്ങൾക്ക് ദാനമായി തരാനായിട്ട് ആഗ്രഹിക്കുക. അത് നിങ്ങൾക്ക് മടക്കി കിട്ടാത്തിടത്തോളം കാലം നിങ്ങൾ എത്ര നല്ല മനുഷ്യരാകാമെന്ന് വിചാരിച്ചാലും നല്ല മനുഷ്യരാകാൻ പറ്റുകയില്ല. സൽപ്രവൃത്തികൾക്കായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് തിരുവചനം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും ഇന്ന് രാത്രിയിൽ അങ്ങനൊരു തീരുമാനം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് ദൈവിക സ്വരൂപവും സാദൃശ്യവും അഥവാ ജ്ഞാനം, നീതി, വിശുദ്ധി അത് മടക്കി വേണം, എനിക്ക് ദൈവത്തിൻ്റെ പൈതലായിത്തീരണം, ദൈവ മകനാകണം, ദൈവ മകളാകണം, എനിക്കും ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവരോട് ഘോഷിക്കണം. എൻ്റെ ദേശത്ത് മാത്രമല്ല, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് അവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊടുക്കാനുള്ള ഭാഷകൾ ഉരുവാക്കി കൊടുക്കുവാൻ, അവരെ മനുഷ്യരാക്കി തീർക്കുവാനുള്ള ഉദ്യമത്തിൽ ഞാനും പങ്കാളിയാകും എന്ന് തീരുമാനമെടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം നിങ്ങൾക്ക് തരികയാണ്. നമുക്ക് ആ കണ്ണുകളടയ്ക്കാം. ശാന്തമായി നിങ്ങൾ കണ്ണുകളടച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം മുമ്പാകെ എടുക്കുന്ന ഒരു പ്രതിഷ്ഠയായതുകൊണ്ട്, ദൈവം മുമ്പാകെ എടുക്കുന്ന ഒരു തീരുമാനമായതുകൊണ്ട്, ദൈവത്തോടുള്ള ഒരു ഉടമ്പടിയായിട്ട് നിങ്ങളതിനെ തീരുമാനിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാം, ദൈവമേ, എനിക്ക് അന്യമായി പോയ, എന്നിൽ നിന്ന് മരിച്ചു പോയ, എനിക്ക് നഷ്ടമായി പോയ ദൈവസ്വരൂപവും സാദൃശ്യവും മടക്കിത്തരണമേ, മടക്കിത്തരണമേ. എനിക്ക് നീതിയും വിശുദ്ധിയും ജ്ഞാനവും മടക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ സ്ഥലത്ത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ആ വിഷയത്തെ പ്രാർത്ഥിക്കാനായിട്ട് ഉപയോഗിക്കാം. മറ്റുള്ളവരെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം പറയുകയാണ്, ദൈവത്തോട് നന്ദി പറയുകയാണ്. അങ്ങനെ തീരുമാനമെടുക്കുന്നവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നിങ്ങളുടെ തീരുമാനത്തെ മാനിക്കട്ടെ. ദൈവം നിങ്ങളുടെ തീരുമാനത്തെ മാനിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ അവിടുന്ന് സൃഷ്ടിച്ചത് അങ്ങയുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണെന്ന് ഞങ്ങൾ കേട്ടു. എന്നാൽ ഞങ്ങൾ അടിമകളായി പോയത് അങ്ങയുടെ ശത്രുവായ പിശാചിൻ്റെ കൈകളിലേക്കാണ്. അവൻ്റെ അടിമത്തത്തിൽ പോയ ഞങ്ങളെ തിരികെ വാങ്ങിക്കുവാൻ വേണ്ടി മക്കളായ ഞങ്ങൾ മരണപര്യന്തം, ജീവപര്യന്തം മരണഭീതിയിലായിരുന്നപ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മക്കളായ ഞങ്ങളെപ്പോലെ അവിടുന്ന് ജഡമെടുത്ത് വന്നുവെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ, കർത്താവേ, അങ്ങയുടെ ആ വരവ് ഞങ്ങൾക്കിത് മടക്കിത്തരാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റുപറയുകയാണ്. ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരിമാർ, ഞങ്ങളുടെ പ്രിയ സഹോദരന്മാർ, അവരെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുകയും ദൈവസ്വരൂപവും സാദൃശ്യവും അവരിലേക്ക് മടങ്ങി വന്ന് ദൈവിക നീതിയും ജ്ഞാനവും വിശുദ്ധിയും അവരിലെല്ലായ്പ്പോഴും വ്യാപരിക്കുവാനും സൽപ്രവൃത്തികൾ ചെയ്യുവാനുള്ള കൃപ അവർക്ക് ലഭിക്കുവാനും മറ്റുള്ളവരോടും ബന്ധനത്തിൽ നിന്ന് വിട്ടുപോരുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ഇടയാക്കുന്ന കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കുവാനും അവരെ ശക്തീകരിക്കണമേ. അവരുടെ ആ വലിയ തീരുമാനത്തെ അവിടുന്ന് മാനിക്കണമേ. അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ അന്ത്യനാൾ വരെയും ഉറച്ചു നിൽക്കുവാനുള്ള ശക്തിയും പ്രാപ്തിയും അവർക്ക് നൽകണമേ. ഞങ്ങളവരെ അങ്ങയുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് നാഥ. അവരുടെ മേൽ അവിടുത്തെ ശക്തിയെ പകർന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് വചനം കേട്ട് ആരും തന്നെ അന്യമായി പോകല്ലേ. സാക്ഷ്യം പറഞ്ഞവർ, പാട്ടുപാടിയവർ, അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തവർ, ഇതിനുവേണ്ടി അധ്വാനിച്ചവർ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പ്രാപ്തരായി സഹായിച്ചവർ, അവരെല്ലാം ഓർത്ത് നന്ദി കരേറ്റുന്നു. കോട്ടയം ജില്ലയ്ക്കായിട്ട് നന്ദി കരേറ്റുന്നു. കോട്ടയം പട്ടണത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ പൊതിയണമേ. യേശുവിൻ്റെ അതിവിശുദ്ധമുള്ള നാമത്തിൽ തന്നെ ആമേൻ.